ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോപ്പിറൈറ്റ് ക്ലെയിമിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ ഒരു പുതിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് ക്ലെയിം കാണിക്കാറുണ്ട്. ചാനലിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്ന് കരുതി പലപ്പോഴും ചിലർ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ശരിക്കും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യൂട്യൂബ് തന്നെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ആ കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നിലവിൽ എൻ്റെ ചാനലിൽ കുറച്ച് വീഡിയോസിന് കോപ്പിറൈറ്റ് ക്ലെയിംസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഞാൻ റിമൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാനിതിപ്പോൾ കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത്. മൊബൈൽ വഴി ചെയ്യാനാണെങ്കിൽ ഗൂഗിൾ ക്രോം വഴി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ചാനൽ പേജ്. ഇതിൽ കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ്, ഷോർട്സ്, ലൈവ് അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് ഇവിടെ വീഡിയോസ് കാണാം. അതിൽ വീഡിയോ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ അവിടെ വിസിബിലിറ്റിക്ക് തൊട്ട് അടുത്തായിട്ട് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഓരോ വീഡിയോസിനും അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ കാണിക്കുന്നുണ്ടാവും. ഇതിൽ കോപ്പിറൈറ്റ് കാണിക്കുന്ന വീഡിയോ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. ഇപ്പോൾ എൻ്റെ ഈ ചാനലിലുള്ള ഒരു വീഡിയോ സ്നേക്ക് ക്യൂബ് പസിൽ, ഈ ഒരു വീഡിയോസിന് ഇവിടെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ കോപ്പിറൈറ്റ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസാണ് ഇത്. ഇവിടെ ഇപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നിരിക്കുന്ന 2 ഓഡിയോ ട്രാക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേക്ക് ആക്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഓപ്ഷൻസ് ആണ് കാണിക്കുക. ഇതിൽ നമുക്ക് ഒന്നുകിൽ ഇറേസ് സോങ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇറേസ് സോങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന ആ ഓഡിയോ മുഴുവനായിട്ട് അത് കട്ടായി പോകും. അത് ചെറിയ പോർഷൻ ആണെങ്കിൽ ആ ചെറിയ പോർഷൻ റിമൂവ് ആവും. ഇനി അതല്ലെങ്കിൽ റീപ്ലേസ് സോങ് ചെയ്യാം. റീപ്ലേസ് സോങ് എന്ന് പറയുന്നത് അതിന് പകരം കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു സോങ് നമുക്ക് ചൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ട്രിം ഔട്ട് സെഗ്മെന്റ്. ട്രിം ഔട്ട് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ട്രിം ചെയ്യുന്ന, അതായത് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് വരുന്നത്. നമുക്കിതിൽ റീപ്ലേസ് സോങ് എന്നുള്ള ഓപ്ഷൻസ് ആണ് എടുക്കേണ്ടത്. റീപ്ലേസ് സോങ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന നമ്മുടെ ട്രാക്ക്, നമ്മൾ സാധാരണ വീഡിയോ എഡിറ്ററിൽ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസിൽ നമുക്ക് ഇവിടെ കാണിക്കും. ഇവിടെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നിരിക്കുന്ന ആ മ്യൂസിക്കിൻ്റെ ട്രാക്കാണ് ഈ ബ്രൗൺ കളറിൽ കാണിക്കുന്നത്. ആ ഒരു പോർഷനാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം നമുക്ക് മുകളിലായിട്ട് ഒരുപാട് സോങ്സ് അവർ സജസ്റ്റ് ചെയ്യുന്നതുണ്ട്. അതല്ലെങ്കിൽ ഓൾ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ട്രാക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത് ഫേവറേറ്റ് ചെയ്ത് വെച്ച മ്യൂസിക്കുകളായിരിക്കും, ട്രാക്കുകളായിരിക്കും ഈ ഒരു ലൈബ്രറിയിൽ കാണിക്കുക. ഇത് നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ട്രാക്ക് നമ്മൾ ഇതിൽ ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു ട്രാക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആഡ് ബട്ടൺ കൊടുക്കുക. ഒരു ട്രാക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇതിൽ മിക്സ് ലെവല് ടിക്ക് ചെയ്ത് നമുക്ക് കുറച്ച് അതിൻ്റെ വോളിയം കുറച്ച് കൊടുക്കുക. കാരണം ഇതിൽ വോയിസ് ഓവർ എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ ഫുൾ വോളിയം ഇടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി ഇതിൽ ചെറിയൊരു പോർഷൻ കൂടി അവിടെ ബാക്കിയുണ്ട്. അതിന് വേറൊരു അഡീഷണൽ ഒരു ഫയൽ കൂടി ഞാൻ ആഡ് കൊടുത്തു. ഇത് ഡ്രാഗ് ചെയ്ത് ഇതിൽ കറക്റ്റായിട്ട് മിക്സാക്കി സെറ്റാക്കി വെക്കുക. മുകളിലായിട്ട് സേവ് ബട്ടൺ ഉണ്ടാവും. സേവ് ബട്ടൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫേം ചേഞ്ചസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണിക്കും. ചേഞ്ചസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ പ്രീവിയസ് വീഡിയോസിലേക്കോ അല്ലെങ്കിൽ പ്രീവിയസ് മുമ്പ് ഉണ്ടായിരുന്ന ആ വീഡിയോസ് മതി എന്ന തോന്നലുണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ അത് കൺഫേം ചേഞ്ചസ് ടിക്ക് ചെയ്യുക. ഇനി നമ്മൾ ആ വിൻഡോ ക്ലോസ് ചെയ്ത് നമ്മുടെ ആ വീഡിയോസ്, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോസിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെക്കിംഗ് വൺ ഫൗണ്ട് എന്ന ഓപ്ഷൻസ് അവിടെ കാണിക്കാം. ഇനി എൻ്റെ മറ്റൊരു വീഡിയോ കൂടി ഞാൻ ഇതേപോലെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിലിപ്പോൾ ഒരു ഗോവ ട്രാവൽ വീഡിയോ ആണ്. അതിലും ഇതേപോലെ കോപ്പിറൈറ്റ് സി ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ താഴെ വന്ന് 2 ട്രാക്കുകൾ തന്നെയാണ് ഇതേപോലെ കാണിക്കുന്നത്. ഇതിൽ ടേക്ക് ആക്ഷൻസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, റീപ്ലേസ് സോങ് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. അതിനുശേഷം വരുന്ന ഒരു പേജിൽ നമുക്കിവിടെ ഈ ഒരു ട്രാക്ക് ഇവിടെ കാണിക്കും, ഒരു ബ്രൗൺ കളറിൽ കാണിക്കുന്നത്. അതിന് പകരം ഞാൻ അതേ ലെങ്ത്തിലുള്ള മ്യൂസിക് ആയിരിക്കും നമുക്കിവിടെ സജഷൻസ് വരുന്നത്. അതിൽ നമുക്ക് അവിടെ പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോസ് അവിടെ പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ ഈ ട്രാക്ക് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഓഡിയോ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഓഡിയോ കറക്റ്റ് കോപ്പിറൈറ്റ് വന്ന ആ ഓഡിയോന് മാച്ച് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. മിക്സ് ലെവൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നോക്കുക. ഇവിടെ നമുക്ക് ആ വീഡിയോ ട്രാക്കും അതേപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓഡിയോ ട്രാക്കും എല്ലാം പ്രിവ്യൂ നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ എഡിറ്റിംഗ് കൺഫേം ചെയ്യുക. 1-2 മണിക്കൂർ കൊണ്ട് അത്
അപ്ഡേഷൻ ആയി വരുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ വീഡിയോസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ കാണിച്ച 2 വീഡിയോസിനും എനിക്കിപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം കാണിക്കുന്നില്ല.